പലപ്പോഴും നമ്മൾ ബദറിനെ കുറിച്ച് പറയുമ്പോഴേ കേവലം ഒരു യുദ്ധമായി മാത്രം ബദർ പരിഗണിക്കപ്പെടുന്നുണ്ട്. വില്യം മൂറിനെ പോലുള്ള ചരിത്രകാരന്മാർ ഒരുപാട് യുദ്ധങ്ങൾ ഇങ്ങനെ ജർമ്മനിയിൽ നടന്നതും മറ്റു വേൾഡ് വാറും ഇങ്ങനെ ഒരു സൈഡിൽ എടുത്തു വെച്ചിട്ട് മറ്റൊരു ഭാഗത്ത് ബദറിനെ വെക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ചരിത്രകാരന്മാർ, ഇത് കേവലം ഒരു യുദ്ധമല്ല, ഇതൊരു യുദ്ധമാണ്, സമരമാണ്, ആരാധനയാണ്, എല്ലാമാണ് ബദർ എന്ന് പറയുന്നത്. ഒറ്റവാക്കിൽ ഖുർആൻ മനോഹരായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, വലഖദ് നസറകുമുല്ലാഹു ബിബദർ വഅൻതും അദില്ല. ഇതൊരു മനോഹരാണ് അള്ളാന്റെ ആ ഒരു പ്രഖ്യാപനം. ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ബലാബലം നോക്കാൻ പറ്റുന്ന ആളുകളൊന്നും ആയിരുന്നില്ല. അവരിൽ വലിയ ജിമ്മന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. യുദ്ധത്തിന് വേണ്ടി ഒരുപാട് ഓടി നടന്ന് ട്രെയിനിങ് എടുത്തവരൊന്നും അല്ല. പറയാൻ മാത്രം ഒന്നുമില്ല അവരുടെ കയ്യില്. നസറക്കുമുല്ലാ, അള്ളാന്റെ സഹായാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ. അത് മതി. റബ്ബിന്റെ സഹായമാണ് ബദർ എന്ന് പറഞ്ഞാൽ ഖൽബിലേക്ക് വരേണ്ടത് അള്ളാന്റെ സഹായമാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്താൻ. എന്തിനായിരുന്നു ബദർ? ഇഞ്ചിയും കുരുമുളകും തേടി വന്ന ഫ്രഞ്ചുകാരനെ പോലെ എന്തൊക്കെയോ തേടിപ്പോയവരല്ല ബദരീങ്ങൾ. കൊളോണിയലിസം നടപ്പാക്കാൻ വന്ന ബ്രിട്ടീഷുകാരെ പോലെ ആയിരുന്നില്ല ബദരീങ്ങൾ. പിന്നെന്തായിരുന്നു ബദറിന്റെ പ്രമേയം? ശരിക്കും പഠിക്കണം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ കയറി തൗഹീദ് പറയുന്ന ഘട്ടമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ആരാധിക്കുന്ന ലാത്തയും ഉസ്സയും മനാത്തയും ദൈവങ്ങളല്ല, 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 എല്ലാത്തിനെയും പടച്ചു പരിപാലിക്കുന്ന റബ്ബുനാ അല്ലാഹു മാത്രമാണ് ഇലാഹ് എന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രഖ്യാപനമുണ്ട്. ലോകത്തെ വിറപ്പിച്ചു കളഞ്ഞൊരു പ്രഖ്യാപനം. ആ സമയത്ത് മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ബസറയിൽ നിൽക്കാൻ. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അവിടെ ഒരു ജൂത പുരോഹിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഹറമിൽ നിന്ന് വന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനുണ്ട്. ഈ കാലഘട്ടം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ഹദാ അവാനു മബ്അസിൻ നബിയിൽ മൗഊദ്, വാഗ്ദത്ത പ്രവാചകന്റെ കാലഘട്ടമാണിത്. ഹറമിൽ നിന്നാണ് വാഗ്ദത്ത പ്രവാചകൻ വരുന്നത്. അങ്ങനെ ഒരു വിളിയാളം കേട്ടാൽ വിശ്വസിച്ചു കൊള്ളണേ. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു നാട്ടിലേക്ക് വന്നു. ഇങ്ങനെ ഒരു കാര്യമുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ വീട്ടുകാർ പറഞ്ഞു, മുഹമ്മദ് അൽ അമീൻ ഉണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരൊക്കെ വിശ്വസിച്ചു? അബൂബക്കർ വിശ്വസിച്ചിട്ടുണ്ട്. അബൂബക്കർ വിശ്വസിക്കുകയോ? അബൂബക്കർ ആ നാട്ടിലെ വലിയ സമ്പന്നനാണ് റളിയല്ലാഹു അൻഹു. എല്ലാവരാലും സ്വീകരിക്കുന്ന, എല്ലാവരാലും ഒരു സുസമ്മതനായ മനുഷ്യനായിരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടുകയാണ്. അബൂബക്കർ, നിങ്ങൾ മുഹമ്മദിനെ വിശ്വസിച്ചോ? 40 കൊല്ലമായി ഞാൻ അൽ അമീനെ കാണാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ആ മനുഷ്യന്റെ വായിൽ നിന്ന് ഒരു കളവ് ഞാൻ കേട്ടിട്ടില്ല. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്, പിന്നെ ഞാൻ എന്തിനാ വിശ്വസിക്കണം? ഇത് കേട്ടപ്പോ സന്തോഷം കൊണ്ട് അബൂബക്കറിന്റെ കയ്യും പിടിച്ചിട്ട് ത്വൽഹ ഓടുകയാണ് ഇലാ ഹദറത്തി റസൂലില്ലാഹ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. അവിടെ വെച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സയ്യിദുനാ ത്വൽഹ റളിയല്ലാഹു അൻഹു. സഫയുടെയും മറുവയുടെയും ഇടയിൽ ഒരു മനുഷ്യനെ ആളുകൾ ഇങ്ങനെ ചവിട്ടിക്കൂട്ടുന്നുണ്ട്. കയ്യിലൊരു ചെറിയ കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനൊന്നും നോക്കണില്ല, എല്ലാവരാലും ചവിട്ടിക്കൂട്ടണ ഒരു മനുഷ്യനെ പിടിച്ചു വലിച്ച് ആകെ നാണം കെടുത്തുന്നുണ്ട്. ആരായിരുന്നു അത്? ഇപ്പോ ഇസ്ലാം സ്വീകരിച്ചു പോയ സയ്യിദുനാ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. ഇസ്ലാം സ്വീകരിക്കുന്നവർക്കൊക്കെ ക്രൂരമായ പീഡനം. വാ നമുക്ക് യുദ്ധത്തിനിറങ്ങാൻ അപ്പൊ പറഞ്ഞില്ല സയ്യിദുനാ റസൂലുള്ളാഹ്. അവിടെയൊക്കെ ക്ഷമ എന്താണെന്ന് കാണിച്ചു തരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയോടൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ പോലും അവിടെ ക്രൂരമായ പീഡനം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ വിശ്വസിച്ച സ്വഹാബത്തിനും ഊരുവിലക്ക് ലഭിക്കുകയാണ്. ഊരുവിലക്കാണ്. കടയിൽ നിന്നൊരു കാരക്കയുടെ കഷ്ണം പോലും കൊടുക്കാൻ പാടില്ല മുഹമ്മദിനും കൂട്ടർക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ മാസങ്ങളോളം പട്ടിണി കിടന്നിട്ടുണ്ട്. വെറും വെള്ളവും
പച്ചിലയും മാത്രം ഭക്ഷിച്ചിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രിയപ്പെട്ട സ്വഹാബത്തും. അപ്പോഴും അല്ലാഹ് പറയുന്നുണ്ട്, ഇസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുലി. അങ്ങയുടെ പൂർവികരായ ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകരുണ്ടല്ലോ നബിയേ, അവർ ഒരുപാട് വേദനകൾ സഹിച്ചവരാണ് നബിയേ. അവർ ക്ഷമിച്ചതുപോലെ അങ്ങും ക്ഷമിക്കണേ യാ റസൂലല്ലാഹ്. ഒരു വേള അബൂ താലിബ് ചോദിക്കുന്നുണ്ട്, പൊന്നുമോനെ, ഈ ആദർശമൊക്കെ ഒന്ന് വിട്ടൂടെ? എന്തിനെങ്ങനെ പ്രയാസപ്പെടണേ? അവരധികാരം തരും, മോൻ എന്താണോ വേണ്ടത് അത് തരും. എന്റെ പ്രിയപ്പെട്ട പിതാവേ, എന്റെ വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനെ വെച്ച് തന്നാലും ഈ ആദർശത്തെ വിടാൻ മുഹമ്മദ് തയ്യാറല്ല. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ് തയ്യാറല്ല. കഴുത്തിൽ കത്തി വെച്ചിട്ട് വിളിക്കടാ ജയ് ശ്രീറാം എന്ന് പറയുമ്പോ വിളിക്കുന്നത് കൊണ്ട് ഇസ്ലാമിൽ നിന്നൊന്നും പുറത്തു പോകൂല, എന്നെ കൊണ്ട് പറ്റില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അവൻ ഈമാനിന്റെ ഏത് ലെവലിലാ നിൽക്കുന്നേ? അത് അള്ളാഹിനോട് മഹബത്തില്ലാത്തൊരുത്തിന് പറയാൻ പറ്റൂല. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ചതിന്റെ പേരിൽ എത്ര ക്രൂരപീഡനം! സ്ത്രീകൾ പോലും സയ്യിദത്തുനാ സുമയ്യ റളിയല്ലാഹു അൻഹയെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ? സാധുവായ പെണ്ണ് മുത്തുനബിയെ വിശ്വസിച്ചു പോയതിന്റെ പേരില് വസ്ത്രം മുഴുവൻ ഉരിഞ്ഞു മാറ്റിയിട്ട് ചുട്ടുപഴുത്ത് കിടക്കുന്ന മണലാരണ്യത്തിലേക്ക് മലർത്തിക്കിടത്തുകയാണ് സയ്യിദത്തുനാ സുമയ്യയെ. ക്രൂരമായി ചാട്ടവാറിനടിക്കുകയാണ്. സുമയ്യ, നീ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടോ? ഇല്ല, അല്ലാഹു അഹദ്, എന്റെ റസൂലുള്ളാഹിനെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. സയ്യിദത്തുനാ സുമയ്യ റളിയല്ലാഹു അൻഹാ രണ്ട് കാലും വലിച്ച് രണ്ട് ഭാഗത്തേക്ക് പിടിച്ചിട്ട് ഒരു ഇരുമ്പിന്റെ കുന്തം ചുട്ടു പഴുപ്പിച്ചെടുത്തിട്ട് സുമയ്യ എന്ന പെണ്ണിന്റെ ഗുഹ്യദ്വാരത്തിലേക്ക് കുത്തിക്കയറ്റുന്ന നരാധമന്മാരെ നമുക്ക് അവിടെ കാണാം. ആ കുത്തിക്കയറ്റുന്ന വേളയിലും അല്ലാഹു അഹദ് എന്ന് പറഞ്ഞ സയ്യിദത്തുനാ സുമയ്യ റളിയല്ലാഹു അൻഹാ. ബദരീങ്ങൾ നമ്മള് കേവലം ഒരു ഒറ്റ ദിവസം കൊണ്ടങ്ങ് യുദ്ധത്തിന് ഇറങ്ങിയതൊന്നുമല്ല. അവര് ഒരുപാട് അനുഭവിച്ചപ്പോഴും എന്റെ റബ്ബിന് വേണ്ടി, എന്റെ ഹബീബിന് വേണ്ടി അതൊരു വേദനയായി പോലും തോന്നാത്ത സഹാബ റളിയല്ലാഹു അൻഹും. സയ്യിദുനാ ബിലാൽ, കറുകറുത്ത ബിലാൽ, ഒരു വില ഉണ്ടായിരുന്നില്ല ബിലാലിന്, അടിമയായിരുന്നു ബിലാൽ. ആ ബിലാലിനെയും ഇതുപോലെ വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞ് ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ വലിച്ചു കൊണ്ടുവരികയാണ്, വലിച്ചഴച്ചു കൊണ്ടുവരുക. ബിലാലെ, നീ മടങ്ങിക്കൊള്ളണം. അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ബിലാലെ, നീ മടങ്ങണം, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയും ബിലാലെ. അല്ലാഹു അഹദ്. സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വലിയ ഉരുളൻകല്ലെടുത്ത് ബിലാലിന്റെ നെഞ്ചിലേക്കിടുന്ന ക്രൂരന്മാരായ മനുഷ്യർ. ഇത് കണ്ടു നിൽക്കാൻ പറ്റാതെ അടിമയായിരുന്ന ബിലാലിനെ സ്വതന്ത്രനാക്കുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ക്രൂരമായ പീഡനങ്ങൾ. മക്കത്ത് നിൽക്കാൻ പറ്റാതായപ്പോ പിന്നെ അവിടെ നിന്ന് നേരെ മദീനത്തേക്ക് പോവാൻ. പക്ഷെ മദീനക്കാര് വല്ലാതെ അങ്ങ് സ്വീകരിച്ചു. ത്വലഅൽ ബദ്റു അലൈന മിൻ തനിയാതിൽ വദാ വജബ ശുക്റു അലൈന മദഅ ലില്ലാഹി ദാ. മൗലിദ് ചൊല്ലിയിട്ട് മുത്തുനബിയെ വരവേൽക്കുന്ന മദീനത്തെ പ്രിയപ്പെട്ട അൻസാറുകൾ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അവിടെയും സമാധാനം കൊടുത്തവന്മാര് ഇല്ല. ആരെങ്കിലും മക്കത്തേക്ക് പോയാൽ, എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും കൊതിയാണ് മക്കത്ത് പോയി ഉംറ ചെയ്യാൻ. ആരെങ്കിലും മക്കത്തേക്ക് ചെന്നാൽ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു. മദീനത്തേക്ക് വന്ന് റസൂലുള്ളാഹിനെ കാണാൻ പോയാൽ അവിടെയും ക്രൂരമായ മർദ്ദനം. ഒരുപാട് സഹിച്ചു. സ്വന്തം മകള് പോലും അപമാനിക്കപ്പെട്ടു. എല്ലാം കഴിഞ്ഞപ്പോൾ റബ്ബ് പറയുന്നുണ്ട്, നബിയെ ഇനി സഹിക്കണ്ട, ഇറങ്ങിക്കോട്ടോ. ഒരു പരിധിയില്ല, എല്ലാത്തിനും ഒരു പരിധിയില്ലേ? ഇനി ഇറങ്ങിക്കോ നബിയെ. യുദ്ധത്തിന് ആരെയും കൊല്ലാൻ വേണ്ടി ഇറങ്ങാനല്ല പറഞ്ഞത്, ഒരു പാഠം പഠിപ്പിക്കാൻ. അബൂ സുഫിയാനും സംഘവും കച്ചവട ചരക്കുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്, അവന്മാരെ ഒന്ന് തടയണം, പാഠം പഠിപ്പിക്കണം. പക്ഷെ ഇത് അബൂ സുഫിയാൻ മുമ്പേ അറിഞ്ഞിട്ട് വേറെ വഴിയിൽ കൂടെ രക്ഷപ്പെട്ടു. മുത്തുറസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും യുദ്ധത്തിന് വരികയെന്ന് കരുതിയിട്ട് അബൂജഹലും ടീമും മക്കത്തുനിന്ന് യുദ്ധത്തിനായി വലിയൊരു സംഘത്തോടൊപ്പം പുറപ്പെടുകയും ചെയ്തു. വേറെ ഓപ്ഷൻ ഇല്ല, ഇനി തിരിഞ്ഞു നടക്കാൻ പറ്റൂല. ഇറങ്ങിയതാണ് അള്ളാന്റെ മാർഗത്തിൽ, ഉറച്ചു നിൽക്കുക തന്നെ. അള്ളാന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാ, സ്വഹാബ എല്ലാരും റെഡിയല്ലേ യുദ്ധത്തിന് പോകാനായിട്ട്? ഞങ്ങളുണ്ട് നബിയെ. അപ്പൊ വീണ്ടും ചോദിക്കാൻ, റെഡിയല്ലേ? ഞങ്ങളുണ്ട് നബിയെ. ഇപ്പൊ പിന്നെയും ചോദിക്കാൻ, റെഡിയല്ലേ? അപ്പൊ ആ ചോദ്യത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ കൂട്ടത്തിൽ നിന്ന് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബിയെ, അങ്ങ് ഉദ്ദേശിക്കുന്നത് അൻസാറുകളായ ഞങ്ങളെ കുറിച്ചാണെങ്കിൽ അങ്ങ്
അറബിക്കടലിൽ ചാടാൻ പറഞ്ഞാലും അൻസ്വാറുകളായ ഞങ്ങൾ തയ്യാറാണ് നബിയെ. സയ്യിദുനാ സഅദ് ഇബ്നു മുആദ് നഹ്നുല്ലദൂന ബയഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. ഈ യുദ്ധത്തിൽ മാത്രമല്ല നബിയെ, അങ്ങയുടെ തൃപ്തി എവിടെയാണോ അവിടെയാണ് ഞങ്ങളുള്ളത് യാ റസൂലല്ലാഹ്. സയ്യിദുനാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഞങ്ങളുണ്ട് നബിയെ. കാരണം അൻസാറുകളായിട്ടുള്ള കരാറില് മദീനക്ക് അകത്ത് വെച്ച് സഹായം എന്തിനു വരെ തയ്യാറാണെന്ന. പക്ഷെ മദീനയിൽ നിന്ന് 120 കിലോമീറ്റർ ഉണ്ട് ബദറിലേക്ക്. അപ്പൊ മദീനക്ക് പുറത്താണ് ബദർ. അതുകൊണ്ട് തന്നെ അവരോടൊന്ന് ചോദിക്കണം, നിങ്ങൾ ഉണ്ടാവോ കൂടെ? അറബിക്കടലിൽ ചാടാൻ പറഞ്ഞാലും ഞങ്ങളുണ്ട് യാ റസൂലല്ലാഹ്. സയ്യിദുനാ സഅദ് ഇബ്നു മുആദ്. അപ്പോഴും വിരലെണ്ണാൻ പറ്റുന്ന ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. 313 മനുഷ്യന്മാര്, 4 വാളും 70 കുതിര, അത്രയൊക്കെ ഉള്ളൂ അവരുടെ കയ്യില്. പാവപ്പെട്ടവരാണ്, ഒന്നുമില്ല. പക്ഷെ ഒരു സാധനം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വലഖദ് നസറകുമുല്ലാഹു ബിബദർ വഅൻതും അദില്ല. നിങ്ങൾ എത്ര ദുർബലരാണെങ്കിലും, നിങ്ങൾ ന്യൂനപക്ഷമാണെങ്കിലും നിങ്ങളോടൊപ്പം അള്ളാഹുവിന്റെ സഹായമുണ്ട്, അള്ളാഹു കൂടെയുണ്ട്. വേറെന്ത് വേണം? വേറെന്ത് വേണം? അള്ളാഹ് കൂടെയുണ്ടെങ്കിൽ വേറെന്ത് വേണം സഹോദരങ്ങളെ? അവിടെ പടക്കോപ്പുകളില്ല, ഒരുപാട് വാളുകളില്ല, വാഹനങ്ങളില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, കുടിക്കാനില്ല, കഴിക്കാനില്ല, തളർന്നില്ല, പോരാട്ടവീര്യം ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ്. അവരാണ് ബദരീങ്ങൾ. അല്ലാഹ് കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടോ? ഒരു ബോധ്യം നമ്മുടെ കൂടെ അല്ലാഹ് ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടോ? ഇല്ല. ആ ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഹറാമിൽ ചെന്ന് ചാടുവോ? ഇല്ല, ചാടൂല. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? മോളുടെ കല്യാണം അള്ളാഹു തരും, ഇറങ്ങിക്കഴിഞ്ഞ എന്റെ റബ്ബ് തരും എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നിൽക്കുന്ന എത്ര പേരാ? ചിലപ്പോ റബ്ബ് തലേന്ന് വരെ, ആ നിമിഷം വരെ നമ്മളൊന്ന് പരീക്ഷിക്കും. അപ്പോഴും എന്റെ റബ്ബിന് ഇഷ്ടമല്ലാത്തൊരു വഴിയിലേക്ക് ഞാൻ പോവില്ല. ആ നെയ്യത്തൊന്നും നമുക്കില്ല. നമ്മൾ അങ്ങനെ അങ്ങോട്ട് റബ്ബിൽ വിശ്വാസം ഇല്ലാതെ ഇറങ്ങാൻ, എന്നിട്ട് പറയും ഞങ്ങൾ അള്ളാന്റെ ആൾക്കാരാ, ഞങ്ങൾ മുസ്ലിങ്ങളാ. പേരുകൊണ്ട് പറയാനല്ലാതെ നമ്മളേക്ക് എന്തിനു കൊള്ളാ? അതുകൊണ്ടല്ലേ എത്ര നമ്മുടെ കൂട്ടത്തിൽ എത്ര കുട്ടികൾ അന്യമതക്കാരൻ്റെ ഒപ്പം ഒളിച്ചോടുന്നുണ്ട്? എത്ര പേര് ഒളിച്ചോടുന്നുണ്ട്? എന്റെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അള്ളാനെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അത് പഠിക്കാൻ വേണ്ടി വല്ലതും വെച്ചാൽ നമ്മൾ കളിയാക്കിയിട്ട് അവിടെ നിന്ന് നമ്മൾ ട്രോളും. നമ്മൾ ട്രോളന്മാരാ അല്ലേ? നമ്മുടെ മക്കൾക്ക് നമ്മൾ റബ്ബിനെ കൊടുത്തിട്ടുണ്ടോ? അള്ളാനെ വേണ്ടവണ്ണം പഠിക്കാൻ നമ്മുടെ മക്കൾക്ക് പറ്റിയിട്ടുണ്ടോ? അള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാനുള്ളൊരു സാധനമാക്കി നമ്മൾ മാറ്റി. അള്ളാഹ് തമ്മിൽ തല്ലാനുള്ളൊരു സാധനം. അള്ളാഹു ബോധം തരട്ടെ. പക്ഷെ അപ്പോഴും രസകരമായ കാര്യമുണ്ട്. ഇവിടെ നിന്ന് ഒരാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മതേതരത്വം, പിന്നെ ഒരുപാട് പേരുകളൊക്കെയാണ് അല്ലേ? മതേതരത്വം, പിന്നെ രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്ന മനോഹരമായ കാഴ്ച. ഏത് ഇപ്പൊ ഈ അടുത്തൊരു ഒരുത്തനെ കണ്ടായിരുന്നു, അമ്പലത്തിൽ വെച്ച് ഞങ്ങൾ നിക്കാഹ് ചെയ്തു എന്ന് പറഞ്ഞത്. അതെന്ത് നിക്കാഹാന്ന് മനസ്സിലായില്ല. നിങ്ങൾ കണ്ടായിരുന്നോ വീഡിയോ? കണ്ടോ? തട്ടൊക്കെ ഇട്ട് കൊച്ചിരിപ്പുണ്ട്, ഇവനാണെങ്കിൽ കുറിയൊക്കെ തൊട്ട് മാലയൊക്കെ ഇട്ടിപ്പുണ്ട്. ഞങ്ങൾ അങ്ങനെ ഇസ്ലാമിൽ നിന്നൊന്നും പുറത്തോട്ട് വന്നിട്ടില്ല, ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് നിക്കാഹ് ചെയ്തു എന്നാണ്. അതല്ല. അപ്പൊ ആ പെണ്ണിരുന്ന് ചിരിക്കുന്നുണ്ട് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി അതിന്റെ ഒക്കെ ബോധം എവിടെയാണെന്ന്. എന്നാ ഇനി അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരികയാണെങ്കിലോ ലവ് ജിഹാദ്, തീവ്രവാദം, മണ്ണാങ്കട്ട ഒക്കെ നമ്മുടെ മേലോട്ട് അടിച്ചേൽപ്പിക്കുകയാണ്. നമ്മുടെ മറ്റേ പഴയ വായപോയ കോടാലിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നില്ലേ? PC ഈ അടുത്ത് എന്തെല്ലാം വിവരക്കേടാണ് നാം വിളിച്ചു പറഞ്ഞത്. ഒറ്റ പഞ്ചായത്തിൽ നിന്ന് 400 കുട്ടികളെ ലവ് ജിഹാദ് നടത്തി കൊണ്ടുപോയിട്ടുണ്ടെന്നാണ്. പിതൃസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ ആരെങ്കിലും ഉള്ളവനാണ് ഇവനെങ്കിൽ ആ 400 പേരുടെ ലിസ്റ്റ് ഒന്ന് പുറത്തുവിടട്ടെ, ഒന്ന് കാണട്ടെ സമുദായം. 400 വേണ്ടോ? ഒരു 10 എണ്ണത്തിന്റെ ലിസ്റ്റ് ഒന്ന് പുറത്തേക്ക് വിട്. അതല്ലേ ചെയ്യേണ്ടത്. പക്ഷെ ഇങ്ങനെ വർഗീയത വിളമ്പുന്നവനേക്ക് ജയിലിൽ അടക്കാതെ എന്തിനാണ് തുറന്നു വിട്ടിരിക്കുന്നത്? ഗവൺമെന്റുകൾ എന്തുകൊണ്ടാണ് നോക്കുകുത്തിയായി പോകുന്നത്? റമദാൻ മാസം ഒരു പരിധിക്കപ്പുറം പറയാൻ പറ്റണില്ല. ഗവൺമെന്റുകൾ നോക്കുകുത്തിയാവല്ലേ? ഇനി ജിഹാദ് നടത്തിക്കൊണ്ടുവന്നൊരു പെൺകുട്ടി അവന്റെ വീട്ടിലുല്ലേ? അല്ലെ? ഒരു ഹിന്ദു യുവതിയെ ജിഹാദ് നടത്തിക്കൊണ്ടുവന്നു. ആ ജിഹാദിന് എന്ത് പേര് നമ്മൾ വിളിക്കാം? ഇല്ല, ഞങ്ങൾ ജിഹാദൊന്നും നടത്തിയിട്ടില്ല. എന്നാ പിന്നെ ആ കുട്ടിയുടെ പഴയ പേര് തന്നെ ആയിരിക്കണം. ഇപ്പൊ ആ കുട്ടി വീട്ടിൽ അൽഫോൺസയാണ്. എന്തേ? അതൊന്നും ജിഹാദല്ല. KCBC-ക്കാര് എന്താണ് മറ്റേ PC ജോർജ് അങ്ങനെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛന്മാരുടെ മഠത്തിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികളുടെ ലിസ്റ്റ് എടുത്താല് ഇവൻ പറഞ്ഞ് 400-ന്റെ അപ്പുറവും കിടക്കും. ഞങ്ങളെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇതാണ് അവിടെ പറയേണ്ടത്. ഐക്യത്തോട് ഒത്തൊരുമിച്ച് നിൽക്കുന്ന കാഴ്ചകൾ ഉണ്ടാക്കേണ്ടതിന് പകരം ഈ വർഗീയത വിളമ്പുന്ന വിഷനാവുകളെ ജയിലിലടക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമല്ലേ? ഈ ലവ് ജിഹാദിനെ കുറിച്ചൊക്കെ എത്ര വിശദീകരിച്ചതാണ്.
മോശമായ ചിന്തയോടുകൂടെ ഒരു പെൺകുട്ടിയെ നോക്കുന്നത് പോലും നിഷിദ്ധമായ മതമാണിത്. കല്യാണത്തിന് മുമ്പ് അങ്ങനെ ഒരു നോട്ടം പോലും ഹറാമാണ്. പിന്നെയാണ് ലവ് ജിഹാദ്. ഇസ്ലാമിൽ ലവ് ഇല്ലേ? ലവ് ഉണ്ട്, അത് ആഫ്റ്റർ മാരേജ്. കല്യാണത്തിനപ്പുറമുള്ള പ്രണയമേ ഉള്ളൂ ഇസ്ലാമില്. അതിനു മുമ്പ് നീ ഒരാളെ പ്രണയിക്കാനോ പ്രണയിച്ച് വശത്താക്കി ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനോ അങ്ങനെ ഒരു ഗതികേട് അള്ളാന്റെ മതത്തിനില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ, ഈ മതത്തെ പടച്ചത് ഞാനാണ്, എനിക്കറിയാം ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. നിങ്ങൾ ആരെയും വളച്ചൊടിച്ചൊന്നും ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. അങ്ങനെ അത്ര ഗതികെട്ടൊരവസ്ഥയിൽ ഇസ്ലാം എത്തിയിട്ടില്ല, എത്തുകയുമില്ല. ദിനേന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ലോകത്ത് ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട്. ഇസ്ലാമിനെ ഒരു കാലത്ത് തള്ളിപ്പറഞ്ഞ യൂറോപ്യൻസ് ഇന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. പിന്നെ ഈ മനുഷ്യനെ പിന്നെ അപ്പ കാണുന്നവനെ പലതും വിളിക്കുന്ന ആളുകൾക്ക് എന്തും പറയാലോ. ഓരോ വേദിയിൽ ഞാൻ ഇന്നൊരു വയല് കേട്ടു. വയല് പറയുന്ന PC ആണ്, റമദാൻ മാസത്തിന്റെ മഹത്വം. ഒരു ദിവസം എരമമ്പള്ളിയിൽ നമുക്കൊരു വയല് കൊടുക്കായിരുന്നു, റമദാനിന്റെ മഹത്വം. എന്നിട്ട് പറയുന്നുണ്ട് അയൽവക്കത്തുള്ളവരെ പട്ടിണിക്കിടുന്നത് റസൂലുള്ളാഹി ഹറാമാക്കിയിട്ടുണ്ട്. അയൽവക്കക്കാരെ പട്ടിണിക്കിട്ടാൽ അവൻ യഥാർത്ഥ മുസൽമാൻ പോലും അല്ല എന്നൊക്കെ പ്രസംഗിക്കുന്നത് PC ജോർജാൻ. ഇത്ര നല്ല വായതും മൊയ്ലിയാക്കന്മാര് പറയൂല. അപ്പ കാണുന്നവനെ അങ്ങനെ അങ്ങോട്ട് വിളിക്കുക, ഇത്ര മോശാണല്ലേ. അതിൻ്റെ ഇടയിൽ UP-യിലേക്ക് ഇല്ലുമ്പോ എന്താണ് അവിടെ പള്ളികളൊക്കെ മൂടി വെച്ചിരിക്കുകയാണ് ഹോളി ആഘോഷത്തിന്റെ പേരിൽ. അത് അതിലും വലുത്. യഥാർത്ഥത്തിൽ ഇവിടെ എനിക്ക് ആ ഒരു പിക്ചർ കണ്ടിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ? ഇവിടെ നാണം മറയ്ക്കുന്ന ഭരണഘടനയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് യശസ് ഉണ്ടാക്കി തന്ന ഒരു ഭരണഘടനയുണ്ട്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഞങ്ങൾ ഇന്ത്യൻ ജനത എന്ന് ഉദ്ഘോഷിക്കുന്ന ഒരു ഭരണഘടന. ആ ഭരണഘടന ഇവന്മാരുടെ പേക്കൂത്തുകൾ കണ്ടിട്ട് നാണം മറച്ചു നിൽക്കുന്നതായിട്ടാണ് ആ പള്ളികൾ അങ്ങനെ മൂടി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അവിടെയും മനോഹരമായ ഒരു കാഴ്ച നമ്മുടെ മണക്കാട് വലിയ പള്ളിയിലുണ്ടായിരുന്നു. ആറ്റുകാൽ പൊങ്കാലക്ക് വന്ന സഹോദരിമാർക്ക് ഇരിക്കാനും വിശ്രമിക്കാനും ഡ്രൈവർമാർക്ക് ഉറങ്ങാനും പള്ളിയിൽ സൗകര്യം ചെയ്തു കൊടുത്ത മനോഹരമായ കാഴ്ച. ഇതല്ലേ അള്ളാന്റെ ദീൻ പഠിപ്പിക്കുന്നത്? ആലോചിച്ച് നോക്കേ. ഇതിനൊക്കെ തകർക്കാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നമുക്കിടയിൽ ഒരു ഒത്തൊരുമെങ്കിലും വേണ്ടേ? ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു ബോധമെങ്കിലും നമുക്കിടയിൽ വേണ്ടേ? നമ്മളെപ്പോഴും തമ്മീത്തില്ല. നമുക്ക് എന്തെല്ലാം കാരണങ്ങളാ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പിന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഓർമ്മയിൽ വെച്ചോ. അതായത് നിങ്ങൾ മോശമായാൽ നിങ്ങൾക്ക് ഏറ്റവും മോശം ഭരണാധികാരികളെ തന്ന് അള്ളാഹു പരീക്ഷിക്കും. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഫാസിസ്റ്റ് ഗവൺമെന്റ് നമുക്ക് മേൽ വരാനുള്ള കാരണം നമ്മൾ മോശമായതുകൊണ്ടാണ്. നമ്മൾ നന്നായാൽ, നമ്മൾ ഒന്നിച്ചു നിന്നാൽ ബദരീങ്ങളെ സഹായിച്ച റബ്ബ് നമ്മളെ സഹായിക്കും, ഉറപ്പല്ലേ? വലഖദ് നസറകുമുല്ലാഹു ബിബദർ വഅൻതും അദില്ല. നിങ്ങൾ ന്യൂനപക്ഷാണ് ബദരീങ്ങളെ, നിങ്ങൾ ന്യൂനപക്ഷാണ്. നിങ്ങൾ ജയിച്ചത് വാളുള്ളത് കൊണ്ടല്ല, നിങ്ങൾ ജയിച്ചത് കുതിരകൾ ഉള്ളത് കൊണ്ടല്ല, നിങ്ങൾ ജയിച്ചത് നിങ്ങളുടെ കയ്യിൽ വലിയ ബാറ്റൻ ടാങ്കുകൾ ഉള്ളത് കൊണ്ടല്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായത് കൊണ്ടാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ. അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്ന രീതിയിൽ നിൽക്കണം, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കണം, അള്ളാഹിനെ മനസ്സിലാക്കി ജീവിക്കണം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് ബദറിന്റെ തലേന്ന് ഉറങ്ങിയിട്ടില്ല. സ്വഹാബത്ത് ഉറങ്ങുമ്പോഴും അള്ളാഹിന്റെ ഹബീബിന്റെ ടെന്റിൽ അവിടെ നിന്ന് ഉറങ്ങുന്നില്ല, സുജൂദിൽ കിടന്ന് കരയാണ്. അൽ ഗൗസ് അൽ ഗൗസ് അൽ ഗൗസ് അൽ മദദ് അൽ മദദ് അൽ മദദ്. പടച്ചവനെ, ഈ ചെറിയ സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചു കളഞ്ഞാൽ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ലോകത്ത് ആളുണ്ടാകില്ല. അല്ലാഹ് സയ്യിദുനാ റസൂലുള്ളാഹ് കരഞ്ഞു ദ്വാരക്കാൻ. ആ ദുആന്റെ ഫലാണ് പിറ്റേന്ന് കണ്ടത് അസ്ഹാബുൽ ബദരീങ്ങൾ. പഠിക്കണ്ടേ നമ്മള്? അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. ഇസ്ലാം വിമർശകര് ബദറിനെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. റസൂലുള്ളാഹിനെ യുദ്ധക്കൊതിയനായിട്ടൊക്കെയാണ് പറയുന്നത്. അത് ബദർ എന്താണെന്ന് പഠിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കണം എന്താണ് ബദർ എന്ന് പറഞ്ഞാൽ. ഉമയ്യത്ത് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന ക്രൂരനായ മനുഷ്യനെ കൊന്നത് ആരാന്നറിയോ? സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ അന്ന് വരെ ബദർ നടക്കുന്നത് വരെ വാള് കൈകൊണ്ട് പിടിച്ചിട്ടില്ല, അടിമയായിരുന്നു ബിലാൽ. വാള് കൈകൊണ്ട് പിടിക്കാത്ത ബിലാലിന്റെ വേഗത കണ്ടിട്ട് മിന്നൽ പോലെ പായാണ് ബിലാൽ. ഇത് കണ്ടപ്പോ സ്വഹാബത്ത് പറയുന്നുണ്ട്, ഒന്ന് വേഗത കുറയ്ക്കൂ ബിലാൽ. ഞാൻ എങ്ങനെ വേഗത കുറക്കും? അള്ളാഹ്ക്ക് വേണ്ടി ഇറങ്ങിയതല്ലേ ഞാൻ. സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ്. ഉമയ്യത്തിന്റെ തല വെട്ടിയെടുക്കുന്നത് ബിലാലാണ്. പോരാട്ടവീര്യം അത് ഈമാനാണ്. ആ ഈമാൻ എന്ന വജ്രായുധം കയ്യിലുണ്ടെങ്കിൽ ഒരുത്തന്റെ മുമ്പിൽ പേടിക്കണ്ട, നട്ടല് നിവർത്തി ജീവിക്കാൻ പറ്റും. കാണിച്ചു തരാണ് ബദരീങ്ങൾ. നമുക്കും അതിന് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഹുമുൽ ജിബാലു ഫസാൽ അൻഹും മുസാദിമഹും മാദാറാ മിൻഹും ഫീ കുല്ലി മുസ്താദിമി. ആരാണ് ബദരീങ്ങളെന്ന് നിങ്ങൾ ശത്രുക്കളോട് ചോദിക്കണേ. അവര് പറയും, മലകൾ പോലെ പർവ്വത സമാനരാണ് ബദരീങ്ങൾ.
പർവ്വതം മുമ്പിൽ വന്ന് നിൽക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. പേടിച്ചരണ്ട് പോയി ഞങ്ങളെന്ന് ശത്രുക്കൾ പറയും. സുബ്ഹാനല്ലാഹ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ ആകെ ടെൻഷൻ അടിച്ചു പോയൊരു സന്ദർഭം. അതായത് ബദർ നടക്കുമ്പോൾ എൻ്റെ അടുത്ത് 2 കുഞ്ഞുങ്ങളുണ്ട്. സയ്യിദുനാ മുആദ് വൽ മുഅവ്വിദ് റളിയല്ലാഹു അൻഹുമാ. മുആദും മുഅവ്വിദും 2 ചെറിയ പിള്ളേരാ എൻ്റെ കൂടെ ഉണ്ട്. ഞാനാകെ പേടിച്ചു. പടച്ചോനെ, ഞാനിപ്പോ യുദ്ധം ചെയ്യോ ഈ പിള്ളേരെ നോക്കുവോ? ഞാനിപ്പോ യുദ്ധം ചെയ്യോ ഈ പിള്ളേരെ നോക്കുവോ? ഞാൻ അങ്ങനെ ആകെ ശങ്കിച്ചു നിൽക്കുമ്പോഴാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ അബൂജഹലിന്റെ തലയും കൊണ്ട് ആ 2 ചെറിയ മക്കളങ്ങ് കടന്നു വരുന്നത്. അല്ലാഹു അക്ബർ. സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. ആ കുഞ്ഞു മക്കൾക്കും കിട്ടിയ പോരാട്ട വീര്യം ഈമാനാണ്. അല്ലാതെ അവരെന്ത് പ്രാക്ടീസിന് പോയിട്ടാണ്? അവരേത് ജിമ്മിൽ പോയിട്ടാണ്? തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതാണ് അവരുടെ പോരാട്ട വീര്യം. ഇസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. അല്ലാഹ്ക്ക് വേണ്ടി അവരിറങ്ങിയപ്പോ 1000-ൽ പരം മാലാഖമാരെ ഇറക്കി അല്ലാഹു അവരെ സഹായിച്ചു എന്നാ ഖുർആൻ. ഈ മാലാഖമാരെ ഇറക്കിയ റബ്ബ് ഇന്നും ജീവിച്ചിരിപ്പില്ലേ? ഇല്ലേ? ആ റബ്ബ് നമ്മളെ സഹായിക്കൂലേ? ഇന്നും മലക്കുകൾ ഇറക്കാൻ അള്ളാഹിനെ കൊണ്ട് പറ്റൂലേ? റബ്ബ് ഹയ്യുൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ആ റബ്ബിന്റെ അടിമയാണ് ഞാൻ എന്ന ബോധ്യം നമ്മുടെ കൽബിലേക്ക് വന്ന് നമ്മൾ രക്ഷപ്പെട്ടു. നമ്മളിപ്പോഴും വേറെന്തിനൊക്കെയോ ഇലാഹായി കാണുന്നവരാണ്. അത് പഠിക്കാനാണ് തറാവി എന്നിട്ട് ആ ക്ലാസ്സിലൊന്നും ഇരിക്കാൻ പറയണത്. ആർക്ക് നേരമില്ലല്ലോ. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. അവർ അള്ളാന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചവരാണ്. അവർക്കാണ് സ്വർഗം. അള്ളാന്റെ സ്വർഗം അവർക്കാണ്. അള്ളാന്റെ തൃപ്തിയും സ്വർഗവും എല്ലാം അവർക്കാണെന്നാണ്. മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബദറിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് സ്വർഗത്തിന്റെ ഗന്ധം ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. സ്വർഗത്തിന്റെ സുഗന്ധേ എനിക്ക് ബദറിലേക്ക് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ കിട്ടാൻ തുടങ്ങി. ഷഹീദാകാനുള്ള കൊതിയായിരുന്നു സയ്യിദുനാ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ഈ ബദരീങ്ങളുടെ സ്വഭാവം പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. അല്ലദീന യൂഫിഖൂന ഫിസ്സറാഇ വല്ലറാ. ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരുപോലെ കൊടുക്കുന്നവരാണ് ബദരീങ്ങൾ. ഉള്ള സമയത്ത് കൊടുക്കും, ഇല്ലാത്തപ്പോ ടൈറ്റ് ആണെന്ന് അവർ പറയൂല. ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരുപോലെ കൊടുക്കുന്നവരാണ് അവർ. നമ്മൾ സക്കാത്ത് തന്നെ കൃത്യമായി കൊടുക്കേണ്ട സക്കാത്ത് തന്നെ നമ്മൾ കൊടുക്കണില്ല, പിന്നെയാണ് ബാക്കി. പിന്നെ നിങ്ങളെ നമ്മളും ബദരീങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയാ. അകാരണമായി അവര് ദേഷ്യപ്പെടൂല. ദീനിന് വേണ്ടിയല്ലാതെ സ്വന്തം കാര്യത്തിന് വേണ്ടി അവര് ദേഷ്യപ്പെടൂല. ജനങ്ങളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവരാണ് ബദരീങ്ങൾ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അവരെ അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് പറയുന്നുണ്ട്, ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. എന്താണ് ഈ പോരാട്ട വീര്യത്തിന്റെ കാരണം? അവരുടെ ഖൽബിൽ അല്ലാഹു തഖ്വ നിറച്ചു കൊടുത്തു എന്ന് ഖുർആൻ. അതിന് 2 കാരണങ്ങളാണ്, 2 മെയിൻ ഫാക്ടേഴ്സ്. തഖ്വയുടെ ഫാക്ടേഴ്സ് 2 ഒന്ന് മഹബ്ബത്തുള്ള, അള്ളാഹിനോടുള്ള സ്നേഹം. 2 മഹബ്ബത്തു റസൂലില്ലാ, അള്ളാഹിന്റെ റസൂലിനോടുള്ള സ്നേഹം. ഇത് 2 ഉണ്ടെങ്കിൽ ഖൽബിലേക്ക് തഖ്വ ഉണ്ടാകും. അല്ലാതെ തഖ്വ കിട്ടൂല. ആ തഖ്വ കിട്ടിയതാണ് ബദറിന്റെ വിജയത്തിന് കാരണം. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ ഘട്ടത്തിൽ പറയുന്നുണ്ട്, സ്വഹാബാ, നിങ്ങളുടെ കണ്ണിന്റെ ഇമക്ക് ജീവനുണ്ടെങ്കിലും നിങ്ങൾ റസൂലുള്ളാഹിനെ പ്രൊട്ടക്ട് ചെയ്യണേ, ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകാൻ കഴിയില്ല. സയ്യിദുനാ സഅദ് ഇബ്നു മുആദ്. അത്രയും അല്ലാഹനെയും റസൂലിനെയും സ്നേഹിച്ച സ്വഹാബ റളിയല്ലാഹു അൻഹും. ചുരുക്കാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ മുഅത്തത്ത് യുദ്ധം നടക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ ഒരു പ്രഖ്യാപനമുണ്ട്. മഹാനായ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയുന്നത്, സെയ്ദേ, നീയാണ് പോരാട്ടത്തിന് മുമ്പിൽ നിൽക്കേണ്ടത്. നീ ഷഹീദായാൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹ മുമ്പിൽ വരണം. അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഷഹീദായാൽ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് മുമ്പിൽ വരണം. ഇപ്പൊ എന്ത് മനസ്സിലായി? 3 പേരും. അപ്പൊ ഒരു ജൂതൻ, കണ്ടില്ലേ, നിങ്ങളെ കൊലക്കളത്തിലേക്കാണ് മുഹമ്മദ് വിടുന്നത്, പോകരുതട്ടോ. ഒറ്റ വാക്കാണ്, റളീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയാ. ഞങ്ങൾ അല്ലാഹുവിനെയും അവന്റെ ദൂതരെയും അവന്റെ മതത്തെയും തൃപ്തിപ്പെട്ടവരാണ്. ഞങ്ങൾ അങ്ങനെയൊന്നും തകർക്കാൻ പറ്റൂല. സയ്യിദുനാ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. നമുക്ക് അവരെ സ്നേഹിക്കണം. നമ്മുടെ ആദർശത്തിന്റെ വെല്ലുപ്പമാരാണവർ. അവരുടെ മദ്ഹുകൾ പറയണം. അവരുടെ മൗലിദ് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സൂറ ആലി ഇംറാൻ 169-ാമത്തെ ആയത്ത്.
ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. ബദരീങ്ങളെ കുറിച്ച് നിങ്ങൾ മരിച്ചവരെന്ന് പറയരുതേ, മറിച്ച് അവർ അല്ലാഹുവിങ്കിൽ ജീവിച്ചിരിക്കുന്നവരും ഭക്ഷണം നൽകപ്പെടുന്നവരുമാണെന്ന് ഖുർആൻ സൂറ ആൽ ഇംറാൻ 169 ആയത്ത്. ഇനി സ്വഹീഹുൽ ബുഖാരിയിലേക്ക് വന്നാൽ 5147 ഹദീസ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് റുബയ്യ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കല്യാണത്തിന് പോവാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് ചെറിയ കുട്ടികൾ അവിടെ ഉണ്ട്. അവരിങ്ങനെ ദഫ് മുട്ടിയിട്ട് ബദരീങ്ങളുടെ മദ്ഹ് ഇങ്ങനെ പാടുന്നുണ്ട്. ചെറിയ കുട്ടികൾ ബദരീങ്ങളുടെ മൗലിദ് പാടുന്നുണ്ട്. ഇത് കണ്ടപ്പോ, അള്ളാന്റെ ഹബീബിനെ കണ്ടപ്പോ കുഞ്ഞുങ്ങൾ വേഗം ടോൺ മാറ്റിയിട്ട് റസൂലുള്ളാഹിനെ കുറിച്ച് പാടാൻ തുടങ്ങി. റസൂലുള്ളാഹി പറയുന്നുണ്ട്, നിർത്ത്, നേരത്തെ പാടിയില്ലേ ബദരീങ്ങളുടെ മദ്ഹ്? അത് തന്നെ പാടാൻ പറയുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി ബദരീങ്ങളുടെ മദ്ഹ് പാടിയിട്ടുണ്ട്, പാടിപ്പിച്ചിട്ടുണ്ട്. മാത്രല്ല, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ബദർ മൗലിദിന് വലിയ പങ്കുണ്ട്. ഇങ്ങനെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ബദർ മൗലിദിന് പങ്കുണ്ട്. വില്യം ലോഗൻ അദ്ദേഹത്തിന്റെ മലബാർ മാനുവലിൽ എഴുതിയ കാര്യങ്ങളാണ്, നിങ്ങൾ വായിച്ചു നോക്കണം. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി റഹിമഹുല്ലാഹ് വലിയ മഹാനല്ലേ, വീരനാണ്, ശൂരനാണ്. വാര്യംകുന്നനെ നമ്മൾ എടുത്തിങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നുണ്ടല്ലോ. എന്തായിരുന്നു വാര്യംകുന്നന്റെ ബോധ്യം? കൃത്യമായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. കച്ചവടത്തിൽ ലഭിക്കുന്ന ലാഭം കുടിയാന്മാർക്കും പാവങ്ങൾക്കും ഹാജി വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. കച്ചവടത്തിൽ ലഭിക്കുന്ന ലാഭം കുടിയാന്മാർക്കും പാവപ്പെട്ടവർക്കൊക്കെ വീതിച്ചു കൊടുക്കും. എന്നിട്ട് മൗലിദ്, റാത്തീബ്, പടപ്പാട്ട് എന്നിവ സംഘടിപ്പിക്കുകയും അന്നദാനം നടത്തുകയും ചെയ്ത് ഹാജി പ്രശസ്തനായി. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ചെയ്ത പരിപാടി എന്താ? മൗലിദും റാത്തീബും അന്നദാനവും ഒക്കെ നടത്തിയിട്ട് ഭക്ഷണവും കൊടുത്തിട്ട് പ്രശസ്തനായി എന്നാണ് പറഞ്ഞത്. ഇനി ലഹളകളെ കുറിച്ച് പറയുന്നുണ്ട്. നേർച്ചകൾ, മൗലിദുകൾ തുടങ്ങിയ ആചാരങ്ങളുമായി അടുത്ത സമയത്താണ് പല ലഹളകളും നടക്കാറുള്ളത്. ബ്രിട്ടീഷുകാർക്കെതിരെ പല ലഹളകളും നടന്നിട്ടുള്ളത് മൗലിദിന്റെയും റാത്തീബിന്റെയും ഉടനെയാണ്. അവർ പറയുന്നുണ്ട്, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെയോ മറ്റ് ജന്മികളുടെയോ വീടുകൾ അവർ കയ്യേറുകയും പടപ്പാട്ടുകൾ, മൗലിദുകൾ പോലെ ആത്മീയ ഗാനങ്ങൾ ചൊല്ലി പട്ടാളത്തെ കാത്തിരിക്കുകയും ചെയ്യുമായിരുന്നു വിപ്ലവകാരികൾ. ജന്മികളുടെ വീട് അങ്ങോട്ട് കയ്യേറിയിട്ട്, ബ്രിട്ടീഷുകാരന്റെ കേന്ദ്രങ്ങൾ കയ്യേറിയിട്ട് അവിടെ ഇരുന്ന് ബദർ മൗലൂദും പടപ്പാട്ടും റസൂലുള്ളാഹിന്റെ മൗലിദും ചൊല്ലുമായിരുന്നു ലഹളക്ക് പോയിരുന്ന ആളുകൾ. എന്നിട്ട് പറയാൻ, രക്തസാക്ഷിയാകാൻ കൊതിക്കുന്നതിനാൽ പട്ടാളത്തെ അവർ ഭയന്നിരുന്നില്ല. ബദർ പാട്ട് കേട്ടിട്ട് ബദരീങ്ങളുടെ ഊർജം നെഞ്ചിലേക്ക് കയറ്റിയ മനുഷ്യരായിരുന്നു നമ്മുടെ പൂർവ്വസൂരികളായ ആളുകൾ. അപ്പൊ നമ്മള് വാര്യംകുന്നത്തിന് പൊക്കി പിടിക്കും. വാര്യംകുന്നത്ത് നമ്മുടെ ആദർശപ്രകാരം മുശ്രിക്കാണെങ്കിൽ പിന്നെ എന്തിനു കൊള്ള വാര്യംകുന്നത്ത്? ആലോചിച്ചൊക്കെ എത്ര വലിയ വിരോധാഭാസാണത്. അപ്പൊ ബദരീങ്ങളെ സ്നേഹിക്കണം, അവരുടെ മദ്ഹ് പറയണം. അല്ലാത്തവരുണ്ടോ? അപ്പൊ നിങ്ങൾക്കത് പറ്റുന്നില്ലേ, മിണ്ടണ്ട. വെറുതെ നമ്മൾ ഈ ഉമ്മത്തിൽ ഇപ്പൊ കുത്തിത്തിരിപ്പിന്റെ ആവശ്യമുണ്ടോ? അല്ലാതെ തന്നെ ആവശ്യത്തിലധികം നമുക്കിടയിലുണ്ട്. ഇപ്പൊ ഉമ്മത്തിനെ കാഫറും മുശ്രിക്കും ആക്കി നടക്കേണ്ട കാര്യം നമുക്കുണ്ടോ? വേണ്ടല്ലോ. നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നില്ലേ, ചൊല്ലണ്ട. ചൊല്ലുന്നവർ ചൊല്ലിക്കോട്ടെ. അവർ അള്ളാഹുവും റസൂലുമായി അടുത്തോട്ടെ. അവർ അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിച്ചോട്ടെ. അവർ ബദരീങ്ങളെ മഹബത്ത് വെച്ചോട്ടെ. അവർ ബദരീങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടന്നോട്ടെ. നമുക്കെന്താ പ്രശ്നം? അള്ളാഹു നമുക്കതിനെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ.